സന്നിധിയിലേക്ക് വീണ്ടും ഞങ്ങൾ അടുത്തു വരുന്നു. കഴിഞ്ഞ ഒരാഴ്ച മുഴുവനും അങ്ങ് ഞങ്ങളെ പരിപാലിച്ചതിനായി നന്ദി പറയുന്നു. ഈ ആഴ്ചയുടെ 1-ാം ദിവസം അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ കടന്നു വരുന്നു. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ജനത്തെ കൂട്ടിവരുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അങ്ങയുടെ ദാസന്മാർക്കായി സ്തോത്രം. ഹൃദ്യമായി കർത്താവേ, ഞങ്ങളുടെ ആത്മാവിലൂടെ അങ്ങയുടെ ദാസന്മാരിലൂടെ ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ. ഞങ്ങളുടെ അകക്കണ്ണ് തുറക്കപ്പെടുവാൻ, അങ്ങയോടുള്ള സ്നേഹം വർദ്ധിപ്പാൻ, പ്രത്യാശ വർദ്ധിപ്പാൻ, സമാധാനം വർദ്ധിച്ചവരായി അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ. അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തല്ലോ, അങ്ങ് ഞങ്ങളെ മുൻകണ്ടല്ലോ, അങ്ങ് ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നല്ലോ, അങ്ങ് ഞങ്ങളെ നീതീകരിച്ചല്ലോ, അങ്ങ് ഞങ്ങളെ തേജസ്കരിക്കുമെന്നുള്ള ഉറപ്പ് ഞങ്ങളുടെ ഉള്ളിൽ നൽകിയല്ലോ. ഈ മഹാപ്രത്യാശയിലേക്കും സന്തോഷത്തിലേക്കും ആമേൻ രക്ഷയിലേക്കും ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവരുവാൻ ലോകസ്ഥാപനത്തിന് മുമ്പേ അങ്ങയുടെ പുത്രനിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പിനെ ഓർത്ത് ഇന്ന് രാവിലെ നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സ്നേഹം എത്രയോ വലിയതാണ്, അങ്ങയുടെ കരുണ എത്രയോ വലിയതാണ്. അങ്ങയുടെ ദീർഘക്ഷമയും മഹാദയും കൊണ്ടാണല്ലോ ഇന്ന് രാവിലെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നത്. നന്ദിയോടെ അങ്ങേ സ്തുതിപ്പാൻ കൃപ തരുമാറാകണമേ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഞങ്ങൾ പ്രാർത്ഥനയോടെ അങ്ങയുടെ സന്നിധിയിൽ അർപ്പിച്ച വിഷയങ്ങൾ അങ്ങ് കർത്താവെ തിരിയുന്നുള്ള വിഷയങ്ങൾക്ക് മറുപടികൾ തന്നുകൊണ്ടിരിക്കുന്നതിനായി നന്ദി പറയുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ജീവനുള്ളൊരു ദൈവത്തെ സേവിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തെ തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് രാവിലെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ഏകാഗ്രതയോടായിരുന്ന് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കടന്നുവരാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ കൂട്ടിക്കൊണ്ടുവരുമാറാകണമേ. വിവിധ സ്ഥലങ്ങളിലായിരുന്ന പ്രിയപ്പെട്ടവരെ മടക്കി കൊണ്ടുവന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നാട്ടുകളിലൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. ഇന്ന് രാവിലെ ഞങ്ങളുടെ പുത്രൻ്റെ നാമത്തെ മാത്രം ഞങ്ങളോട് മഹത്വപ്പെടുവാനിടയാകണമേ. പാട്ടുകൾ പാടി അങ്ങയെ സ്തുതിപ്പാൻ, അങ്ങയുടെ തിരുവെടുത്തിന് മുമ്പിൽ ഭക്തിയോടെ ആയിരിക്കാൻ, ദൈവനാമം സകലത്തിലും മഹത്വപ്പെടുവാനിടയാക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ, ആമേൻ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. രാവിലെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും പ്രത്യേകിച്ച് സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും വന്ദനത്തെ അറിയിക്കുന്നു. ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ എഴുന്നേറ്റ് നിന്നൊരു സങ്കീർത്തന ഭാഗം വായിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്തിയ ശേഷം ചില ഗാനങ്ങൾ പാടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. സങ്കീർത്തനം 98 വാക്യപ്രതിവാക്യമായി വായിച്ച് കർത്താവിനെ സ്തുതിക്കാം. അവസാനത്തെ വാക്യം നമുക്ക് ചേർന്ന് വായിക്കുകയും ചെയ്യാം. സങ്കീർത്തനം 98, സാം നമ്പർ 98. സാം നമ്പർ 98. Let's read it responsively and the last verse together. വായിക്കുന്നു. യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടുവീൻ, അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. അവൻ്റെ വലങ്കൈയും അവൻ്റെ വിശുദ്ധ ഭുജവും അവന് ജയം നേടിയിരിക്കുന്നു. അവൻ ഇസ്രായേൽ ഗൃഹത്തിന് തൻ്റെ ദയയും വിശ്വസ്തതയും ഓർത്തിരിക്കുന്നു. ഭൂമിയുടെ അറുതികളൊക്കെയും നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷ കണ്ടിരിക്കുന്നു. കിന്നരത്തോടെ യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവീൻ, കിന്നരത്തോടും സംഗീത സ്വരത്തോടും കൂടെ തന്നെ. സമുദ്രവും അതിൻ്റെ നിറവും ഭൂതലവും അതിൽ വസിക്കുന്നവരും മുഴങ്ങട്ടെ. അവസാനത്തെ വാക്യം ചേർന്ന് വായിച്ചു കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താൻ. ഭൂമിയെ വിധിപ്പാൻ വരുന്നു, ഭൂലോകത്തെ നീതിയോടും ജാതികളെ നേരോടും കൂടെ വിധിക്കും. കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. 1-ാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: യഹോവയ്ക്കൊരു പുതിയ പാട്ട് പാടുവീൻ, അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. അവൻ്റെ വലങ്കയും അവൻ്റെ വിശുദ്ധ ഭുജവും അവന് ജയം നേടിയിരിക്കുന്നു. നാം പാടാൻ പോകുന്ന ഗാനവും അതിനോട് ചേർന്നൊരു ഗാനമാണ്. നീട്ടിയ ഭുജത്താൽ ഇസ്രായേലിനെ വീണ്ടെടുത്ത് രക്ഷിച്ച് ചെങ്കടൽ പിളർന്ന് തൻ്റെ ജനങ്ങളെ തങ്കനിലത്തൂടെ നടത്തിയ ഈ ദൈവത്തിന്, അത്ഭുതങ്ങളെ പ്രവർത്തിച്ച ദൈവത്തിന്, വലങ്കൈ ആമേൻ നീട്ടി പ്രവർത്തിച്ച് വിടുവിച്ച ദൈവത്തിന് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നാം പറയുകയാണെങ്കിൽ, പാപത്തിൻ്റെ അന്ധകാരത്തിൽ ആയിരുന്ന നമ്മെ തൻ്റെ നീട്ടിയ ഭുജമായ ക്രിസ്തുവിലൂടെ നമ്മെ വിടുവിച്ച കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തനക്കാരനോടും പാട്ടുകാരനോടും ചേർന്ന് നമുക്ക് പാടാം: ദൈവത്തിന് സ്തോത്രം ചെയ്തിടുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിരുന്നവനെ ഏകമായി വണങ്ങി. ഇന്ന് രാവിലെ നമുക്ക് പാടാം, ചില ഗാനങ്ങൾ പാടി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവത്തിനു സ്തോത്രം ചെയ്തിടുവിൻ, അവൻ നല്ലവനല്ലോ, ദയയെന്നുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്തിടുന്നോനെ ഏകമായി വണങ്ങി പാടിടാമേ.
വാർത്തെടുത്തവൻ, ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവൻ, ജ്യോതി നൽകും സൂര്യചന്ദ്ര താരവൃന്ദത്തെ ഓടിയോടു വാനത്തിൽ തൂക്കിയവനാം, ജ്ഞാനത്തോടകാശത്തെ വാർത്തെടുത്തവൻ, ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവൻ, ജ്യോതി നൽകും സൂര്യചന്ദ്ര താരവൃന്ദത്തെ ഓടിയോടു വാനത്തിൽ തൂക്കിയവനാം, താൻ നല്ലവനല്ലോ ഹല്ലേലൂയ എന്നുമുള്ളതേ, താൻ വല്ലഭനല്ലോ സ്തുതി എന്നും അവന്, താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ, താൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ, താൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, താൻ വല്ലഭനല്ലോ സ്തുതി എന്നും അവന്, താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ, താൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ. നീട്ടിയ ഭുജത്താൽ ഇസ്രായേലിനെ വീണ്ടെടുത്തു രക്ഷിച്ചാനന്ദം നൽകി, ചെങ്കടൽ പിളർന്നു തൻ ജനങ്ങളെ തങ്കനീലത്തോടെ താൻ നടത്തിയേ, നീട്ടിയ ഭുജത്താൽ ഇസ്രായേലിനെ വീണ്ടെടുത്തു രക്ഷിച്ചാനന്ദം നൽകി, ചെങ്കടൽ പിളർന്നു തൻ ജനങ്ങളെ തങ്കനീലത്തോടെ താൻ നടത്തിയേ, താൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, താൻ വല്ലഭനല്ലോ സ്തുതി എന്നും അവന്, താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ, താൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ, താൻ നല്ലവൻ. താനോട് നമുക്ക് പറയാം, അവൻ നല്ലവൻ, അവൻ നല്ലവൻ, വല്ലഭനല്ലോ സ്തുതി എന്നും അവന്, താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ, താൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ. നീണ്ട മരുഭൂവിൽ യാത്ര ചെയ്യുമ്പോൾ വേണ്ടതെല്ലാം നൽകി ആദരിച്ചു താൻ, ഇമ്പദേശമെന്നേക്കും അവർക്കായി അൻപോടവകാശം താനരുളിയേ, നീണ്ട മരുഭൂവിൽ യാത്ര ചെയ്യുമ്പോൾ വേണ്ടതെല്ലാം നൽകി ആദരിച്ചു താൻ, ഇമ്പദേശമെന്നേക്കും അവർക്കായി അൻപോടവകാശം താനരുളിയേ, താൻ നല്ലവനല്ലോ ഹല്ലേലൂയ താൻ വല്ലഭനല്ലോ സ്തുതി എന്നും അവന്, താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ, താൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ, താൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, താൻ വല്ലഭനല്ലോ ഹല്ലേലൂയ താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ, താൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ, താഴ്ചയിൽ നമ്മെ ഓർത്താദരിച്ചല്ലോ, വീഴ്ചയെണ്ണിയെ കാത്തോമനിച്ചല്ലോ, വൈരിയിൻ കയ്യിൽ നിന്നും വീണ്ടെടുത്തല്ലോ, ധൈര്യമായി നമുക്ക് പാടിടാമല്ലോ, താഴ്ചയിൽ നമ്മെ ഓർത്താദരിച്ചല്ലോ, വീഴ്ചയെണ്ണിയെ കാത്തോമനിച്ചല്ലോ, വൈരിയിൻ കയ്യിൽ നിന്നും വീണ്ടെടുത്തല്ലോ, ധൈര്യമായി നമുക്ക് പാടിടാമല്ലോ, താൻ വല്ലഭനല്ലോ ഹല്ലേലൂയ താൻ വല്ലഭനല്ലോ സ്തുതി എന്നും അവന്, താൻ ഉന്നതനല്ലോ കൃപ ചെയ്തിടുമല്ലോ, താൻ
താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ. താൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, താൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവന്. താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ, തൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ. താൻ നല്ലവനല്ലോ. കർത്താവിനോട് നമുക്ക് പറയാം, താൻ നല്ലവനാണ്, താൻ വല്ലഭനാണ്. ഹല്ലേലൂയ. അവന്റെ സ്തുതി എന്ന് നമുക്ക് അർപ്പിക്കാം. അവനത് യോഗ്യനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ, താൻ ഉന്നതനല്ലോ, കൃപ ചെയ്തിടുമല്ലോ, താൻ സന്നിധിയിലെന്നും പ്രമോദമുണ്ടല്ലോ. തന്റെ സന്നിധിയിൽ എന്നും പ്രമോദങ്ങളുണ്ട്. ഹല്ലേലൂയ. അവന്റെ സന്നിധിയിൽ സന്തോഷവും അവന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുണ്ട്. ഇന്ന് രാവിലെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. അവൻ നല്ലവനാണ്, അവൻ വല്ലഭനാണ്. നീട്ടിയ ഭുജത്താൽ നമ്മെ നടത്തി പരിപാലിക്കുന്ന, ഹല്ലേലൂയ ഹല്ലേലൂയ, വേണ്ടതെല്ലാം നൽകി ആദരിക്കുന്ന, ഹല്ലേലൂയ, ഒരു ഇമ്പദേശത്തേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഈ കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നാം സേവിക്കുന്ന കർത്താവ് മരണത്തെ ജയിച്ച് ഇന്ന് രാവിലെയും പിതാവിന്റെ സന്നിധി നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന ജീവനുള്ള കർത്താവ്. നാം ഇന്ന് രാവിലെയും ജീവനുള്ളവരായി, നിത്യജീവന്റെ ഉറപ്പുള്ളവരായി ദൈവസന്നിധിയിലായിരിക്കുന്നത് അവൻ നമുക്ക് വേണ്ടി ജീവനെ പകർന്നു തന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താൻ ഇനിയും വേഗം വരും, രാജരാജനായി വാണിടുവാൻ. അതുകൊണ്ട് നമുക്ക് പാടാം, ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഈ ഗാനം കൂടെ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താൻ ഇനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. കൊല്ലുന്ന മരണം ഓരതരം വിഷപ്പല്ലു തകർത്തതാകയാൽ, കൊല്ലുന്ന മരണം ഓരതരം വിഷപ്പല്ലു തകർത്തതാകയാൽ, ഇനി തെല്ലും ഭയമെന്നെ മൃത്യുവിനെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. എന്നേശു ജീവിക്കുന്നായി ഞാനും എന്നേക്കും ജീവിക്കയാം. എന്നേശു ജീവിക്കും, ഞാനും എന്നേക്കും ജീവിക്കയാം. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമിൽ എനിക്കെല്ലാം എന്നേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മന്നീലല്ലൻ നിത്യവാസമെന്നേശുവിൻ മുൻപിൽ മഹത്വത്തിനായി. മണ്ണിൽ എന്തൻ നിത്യവാസമെന്നേശുവിൻ മുൻപിൽ മഹത്വത്തിനായി. ഇനി വിണ്ണില്ല വീട്ടിൽ തന്നെത്തുന്ന നാളുകളെണ്ണി ഞാൻ കാത്തിടുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു.
യേശു കർത്താവ് ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു. പരലോകത്തിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു ഉയർത്തു ജീവിക്കുന്നു. പരലോകത്തിൽ ജീവിക്കുന്നു. ഈകലോകത്തിൽ താനിനി വേഗം വരും രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് നാമം ജീവിക്കുന്നു. ഹല്ലേലൂയ. എന്റെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കുന്നു. നീ തന്നെ പിരിഞ്ഞൊരു ജീവിതമില്ല. എനിക്കെല്ലാം എൻ്റെ യേശു അത്രേ. അവന് മുമ്പിൽ സമർപ്പണത്തോട് അവനെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് അവനെ ആരാധിക്കാം. അവിടുന്ന് അതിന് യോഗ്യനാണല്ലോ. ഹല്ലേലൂയ. പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നിത്യമരണത്തിൽ അകപ്പെട്ടിരുന്ന നമ്മെ നിത്യജീവനിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ അവിടുന്ന് തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി യാഗമാക്കി അവിടുത്തെ മരണത്തിലൂടെ നമുക്ക് നിത്യജീവൻ നൽകി തന്നതോർത്ത് കർത്താവിനെ ഒന്ന് സ്തുതിക്കുക. എന്നെ ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കുന്നു. ഹല്ലേലൂയ. ആ പ്രത്യാശയോടെ തിരുസന്നിധിയിൽ നമുക്ക് ആയിരിക്കാൻ അവിടുന്ന് നമ്മെ സഹായിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷ അനുഗ്രഹത്തിന് വേണ്ടി നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ മോൻസ്റ്റാൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഉയർപ്പിൻ പൽക്കാലം അങ്ങയുടെ പാദപീഠത്തിൽ കടന്നു വരുവാൻ ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെ സ്തുതിപ്പാനും ആരാധിപ്പാനും എൻ്റെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും ജീവിക്കുന്നതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ദൈവമാണ്, ഞങ്ങളുടെ പരിശുദ്ധനാണ്, വീണ്ടെടുപ്പുകാരനാണ്. സകല ആരാധനയും മഹത്വവും പുകഴ്ചയും അങ്ങേക്കായിരുന്നു കർത്താവേ. തുടർന്നുള്ള ശുശ്രൂഷകളിലെല്ലാം അങ്ങയുടെ വലിയ സാന്നിധ്യം പകരണമേ. കർത്താവിൻ്റെ സാന്നിധ്യമുള്ളതിനായി നന്ദി പറയുന്നു കർത്താവേ. എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ വലിയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സോമിലും ആലയത്തിലും ഉള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. I invite our children to come forward and say the words. Matthew 6:10. Your kingdom come, your will be done as it is in heaven. Ask and it will be given to you. Seek and you will find. Knock and the door will be opened to you. Matthew 7:7.
The Lord is compassionate and merciful, slow to get angry, and filled with unfailing love. Psalms 103, verse 8. Revelation 1 verses 1 and 2. The revelation of Jesus Christ, which God gave him to show his servants what must soon take place. He made it known by sending his angels to his servant John, who testifies to everything he saw. That is the word of God and the testimony of Jesus Christ. 1 Corinthians chapter 2, verse 14. But a natural man does not understand the things of the Spirit of God, for it is like foolishness to him, and he does not understand the things of God, for they are spiritually appraised. Matthew 6:10. Your kingdom come, your will be in earth as it is in heaven. Revelation 1 verse 1 and 2. The revelation of Jesus Christ, which God gave him to show his servants what should take place. He made it known by sending his angel to his servant John, who testifies to everything he saw. That is the word of God and the testimony of Jesus Christ. Jesus said to her, I am the resurrection and the life. Whoever believes in me will live. John 11:25. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവ് തന്ന ദാനങ്ങളാണ് കുടുംബങ്ങൾക്കും ദൈവസഭയ്ക്കും. നമ്മുടെ ഉത്തരവാദിത്വമാണ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും അവനോടുകൂടെ ഉണ്ടായിരുന്നു. ജന്മശേഷം വളരുന്നത് ഭവനത്തിലും സഭയിലുമാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലും ആത്മാവിൻ്റെ നിയോഗത്തിലും അവർ വളരുവാൻ നമുക്കൊന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ? അവർ പറഞ്ഞ വചനങ്ങൾ അവരുടെ ഹൃദയത്തിൽ പതിക്കുവാൻ കർത്താവിടെ ആക്കട്ടെ. ഉൾനട്ട വചനമായി തീരുവാൻ കർത്താവിടെ ആക്കട്ടെ. പ്രിയ സാമുവൽ ജോഷുവ ബ്രദർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. താങ്ക് യു ലോർഡ്. താങ്ക് യു. താങ്ക് യു ലോർഡ്. Thank you, Lord. Amen. Thank you. ദൈവനാമത്തിൽ ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, ഡാലസിന് ജോയിൻ ചെയ്യുന്ന നമ്മുടെ കുഞ്ഞോൾ സിസ്റ്റർ, മറ്റ് പ്രിയപ്പെട്ടവർ എല്ലാവർക്കും സ്തോത്രം. ജസ്റ്റിൻ വരത്തില്ല. രണ്ടാം അധ്യായം 2, 3 വാക്യങ്ങൾ ഒന്ന് വായിക്കാമല്ലോ. Amen. Hallelujah. Then the Lord answered me and said, record the vision and inscribe it on tablets, that the one who reads it may run. Reads it may run. For the vision is yet for the appointed time. It hastens toward the goal, and it will not fail.
though it tarries, wait for it will certainly come. It will not delay. Praise the Lord. It will certainly come. It will not delay. പഴയ നിയമത്തിൽ നിന്ന് വായിക്കുമ്പോൾ പുതിയ നിയമത്തിനോട് ചേർത്ത് വായിക്കണമല്ലോ. ഒരു വേദഭാഗം കൂടെ വായിക്കാം. Hebrews chapter 10, 37 to 39. Amen. Amen. ആദ്യത്തെ വചനം വായിച്ച അത്രയും സ്തോത്രം വന്നില്ല, രണ്ടാമത്തിൽ വന്നില്ല. ഇച്ചിരിയോടെ കഴിഞ്ഞോട്ടെന്ന് വിചാരിച്ചായിരിക്കും, സാരമില്ല. For yet in a very little while he who is coming will come and will not delay, but my righteous one shall live by faith. And if he shrinks back, my soul has no pleasure in him. But we are not of those who shrink back to destruction, but of those who have faith to the preserving of the soul. Sorry. He who is coming will come and will not delay. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൻ്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ച വിഷയം പഴയ നിയമത്തിൽ നോക്കിയാൽ, and it will certainly come. It will not delay. പുതിയ വെളിച്ചത്തിൽ പറയട്ടെ, ഇറ്റെന്നുള്ളത് അവൻ എന്നാക്കി പറഞ്ഞാൽ വരുവാനുള്ളവൻ വരും, താമസിക്കയില്ല. നാം ഒരുങ്ങിയാലും ഒരുങ്ങിയില്ലെങ്കിൽ അവൻ വരുവന്നേ. ഇന്ന് രാവിലെ മുതലുള്ള പാട്ടും ഡാറിസ് എന്നുള്ള പാട്ടും എല്ലാം കർത്താവ് വരുമെന്നാ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. അവിടുന്ന് തന്നെ വചനമാണല്ലോ. അവിടുത്തെ സാന്നിധ്യം ഇവിടെയുണ്ടല്ലോ. പാട്ടുകൾ കൂടെയും പ്രാർത്ഥനകൾ കൂടെയും സാക്ഷ്യത്തിൽ കൂടെയൊക്കെ ദൈവമേ അവിടുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നല്ലോ. തുടർന്ന് ഞങ്ങൾ ഇടപെടണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ഹബക്കുക്കിൻ്റെ പ്രവചനത്തിൽ നാം വായിച്ചു, അത് വരും നിശ്ചയം, അതിനായി കാത്തിരിക്കുക. വരും. ഈ ദർശനം എന്നുള്ള ആ വാക്ക്, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കും. ദർശനം എന്നുള്ള വാക്ക് പല വേർഷൻസ് നോക്കിയാൽ അതിന് വിഷൻ എന്നുണ്ട്, വേർഡ് എന്നുണ്ട്, റെവലേഷൻ എന്നുണ്ട്, മെസ്സേജ് എന്നുണ്ട്, പ്രോഫസി എന്നുണ്ട്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. നല്ല വേർഡ്, വചനം എന്നുള്ളതാവട്ടെ, ദർശനമായാലും പ്രോഫസി ആയാലും മെസ്സേജ് ആയാലും റെവലേഷൻ ആയാലും കർത്താവിൻ്റെ വചനമാണ്. എന്തുവാ ഈ ദർശനം എന്ന് പറഞ്ഞത്? പണ്ട് കാനവച്ചൻ പറഞ്ഞു, പലരും ദർശനം കാണും, കണ്ണടച്ചാണെ കറുത്ത പൂച്ച വരുന്നു, ഇരുണ്ട ആന വരുന്നു. ഇവർക്ക് ഇതിനെ കാണുന്നതിന് പകരം കർത്താവിനെ ഒന്ന് കണ്ടാൽ എന്താണ്? നമുക്ക് ആവശ്യമില്ലാത്ത ഇൻ്റർപ്രിട്ടേഷനും ജനത്തെ പേടിപ്പിക്കുന്ന പ്രവചനവുമാണ്. അതാണ് വേറെ വിഷയം. യഥാർത്ഥ ദർശനം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ദർശനം. ദർശകൻ്റെ കണ്ണുകൊണ്ട് കാണുക എന്ന് പറയുന്നത് ദൈവം എന്താഗ്രഹിക്കുന്നോ അത് നമ്മുടെ കണ്ണിനാൽ ദർശിക്കുന്ന ദർശനം. ദൈവത്തിന് സ്തോത്രം. അപ്പം ഏതു വിഷയമാണെങ്കിലും അത് തന്നെയല്ലയോ തിരുവചന ധ്യാനത്തിൽ കൂടെ ദൈവം സംസാരിക്കുന്നത്.
അവൻ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, നമ്മെക്കുറിച്ചുള്ള പർപ്പസും നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശവും തിരുവചനത്തിൽ കൂടെ നമുക്ക് വെളിപ്പെടുത്തി വ്യാഖ്യാനിച്ച് തരുന്ന ദേവാസന്മാർ. അത് വ്യക്തികളല്ല, പരിശുദ്ധാത്മാവാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെ ദൈവം നമ്മോട് സംസാരിക്കുന്ന വചനം അത് റെവലേഷൻ ആണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ ലോഗോസും ഉണ്ട് റീമയുമുണ്ട്. എഴുതപ്പെട്ട് പറഞ്ഞുകൊണ്ട് റിവീൽ ചെയ്യപ്പെട്ട ഇതിൻ്റെ ബേസിസിൽ ഇത് വിട്ട് ഒരു റെവലേഷനും ബൈബിളിലില്ല. ഇതിൻ്റെ വെളിപ്പാട് ലഭിക്കുന്നതും ദൈവം നമ്മോട് സംസാരിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഹബക്കൂക്കിനോട് പറയുന്നത്, ഒന്ന് വെയിറ്റ് ചെയ്യേ, ദർശനത്തിന് ഒരവധി വെച്ചിട്ടുണ്ട്. കാരണം ഒന്നാം വാക്യത്തിൽ വായിക്കുന്നത് അവൻ്റെ ആവലാതി. ആവലാതി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതിക്കുന്നത്, അതെ അങ്ങനെ മതി, ആവലാതി. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആവലാതി വന്നിട്ടുണ്ടോ? അതേ ഉള്ളല്ലേ. ആകെക്കൂടെ കൊഴിഞ്ഞു പോയ സാഹചര്യം, എന്തോ ഒന്ന് സംഭവിച്ചു പോയ പോലെ. ഇനി എങ്ങനെ നടക്കുമെന്ന് വിചാരിച്ച്, ആര് സഹായിക്കുമെന്ന് വിചാരിച്ച്, ഇതെല്ലാ ഭക്തനുമുണ്ട്, ഈ പ്രസംഗിക്കുന്ന പുള്ളിക്കുമുണ്ട്. എല്ലാവർക്കും ഉണ്ട്. എന്ത് സംഭവിക്കും, എങ്ങനെ പോകും, എന്ത് ചെയ്യും? ചില ടേണിംഗ് പോയിന്റ്, ചില സാഹചര്യങ്ങൾ, ചില പൊടുന്നനമയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമ്മൾ തളർന്നു പോകും. അപ്പോൾ നമ്മൾ അടുത്തത്, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എന്നോട് സംസാരിച്ചത് ശരിയായിരുന്നോ? ദൈവമാണോ ഇടപെട്ടത്? അത് ദൈവമായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് താമസിക്കുന്നത്? എന്തുകൊണ്ടാണ് അത് റിസൾട്ട് ഞാൻ കാണാഞ്ഞത്? ദൈവം എന്നോട് വ്യക്തിപരമായി സംസാരിച്ച കാര്യങ്ങളില്ലേ, നാളുകൾ കഴിഞ്ഞിട്ടും ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് തോന്നുന്ന സംശയം മനുഷ്യനായോണ്ട് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ട്. എന്താ കർത്താവേ താമസിക്കും ചോദിച്ചിട്ടില്ലേ? ചോദ്യം കാരണം എന്താ? നടക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചോണ്ടല്ലേ. എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്തതെന്ന് ചോദിച്ചിട്ടില്ലേ? ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഭക്തന്റെ ആവലാതി. പക്ഷെ ഒരു കാര്യം, ചോദ്യത്തിന് മറുപടി കിട്ടുന്ന സ്ഥലം എവിടാന്ന് അവന് മനസ്സിലായി. അതൊരിക്കലും ഫോക്കസ് വിടരുത്. നമ്മൾ മനുഷ്യരോടൊക്കെ പറഞ്ഞാൽ അഭിപ്രായങ്ങളാണ് പറയുന്നത്. അഭിപ്രായങ്ങൾ, അവരുടെ സജഷൻസ്. ഇങ്ങനെ ചെയ്താൽ അങ്ങനെ കിട്ടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത് ചെയ്ത് നോക്ക്, ഇനി അതല്ലെങ്കിൽ ഇതുകൂടി ചെയ്ത് നോക്ക്. തെറ്റല്ല. നമുക്ക് ആശ്വാസത്തിന് വേണ്ടി അവരുടെ മനസ്സിൽ വരുന്ന ആശയങ്ങൾ പറയുന്നേ ഉള്ളൂ. ആശയമല്ല വചനം. പ്രൈസ് ദി ലോർഡ്. ആശയങ്ങളുടെ സംക്ഷിപ്തമല്ല വചനം, അത് മതമാണ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവം റിലീജിയൻ മതത്തെ സൃഷ്ടിച്ചിട്ടില്ല, ദൈവം മനുഷ്യനെയാണ് സൃഷ്ടിച്ചത്. പിന്നെ എങ്ങനെയാണ് മതങ്ങൾ ഉണ്ടായത്? ദൈവമുണ്ട് എന്നുള്ള മനുഷ്യൻ്റെ ഉൾബോധത്തിൽ ദൈവത്തെ തിരഞ്ഞ് ഇറങ്ങിയപ്പോൾ അവരുടെ മസ്തിഷ്കത്തിൽ, ബുദ്ധിയിൽ വന്ന ആശയങ്ങളുടെ സംക്ഷിപ്തമാണ്. ഇതായിരിക്കാം. ഒരുത്തൻ സൂര്യൻ നോക്കിയപ്പോൾ ഇത്രയും പ്രകാശമുണ്ടോ? സൂര്യദേവൻ. ഞങ്ങളുടെ നോർത്ത് ഇന്ത്യക്കുള്ള എലിദേവനും ഉണ്ട്. അതല്ലേ വേറെ വിഷയം. ഞാൻ ഈ MD ആൻഡേഴ്സണിലെ ചാപ്ലിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ജോലിയല്ല, അവിടെ ട്രെയിനിങ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പട്ടേൽ ഡോക്ടർ വന്ന് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുക. അദ്ദേഹം പറയുവാണേ, ഞാൻ ഇത്ര ആ വിദ്യാഭ്യാസ മനുഷ്യൻ ഈ പോഷത്വം പറയുമെന്ന്. എന്താണെന്നറിയാമോ ഇവിടെ കുടുംബം തകരുന്നത്? റിയൽ ഭയം. എന്നോട് ഞാൻ കേട്ടതല്ലയോ. ഈ MD ആൻഡേഴ്സൺ പോലുള്ള ഈ റിസർച്ച് സെൻ്ററിലെ എലിയെ മുറിച്ചിട്ടാണ് പരീക്ഷിക്കുന്നത്. അത് മനസ്സിലായില്ലയോ? മനസ്സിലായില്ല. ഞാൻ ഒന്നുകൂടി പറയാം. ഈ പരീക്ഷ റിസർച്ച് ചെയ്ത് മനുഷ്യനെ കീറി മുറിച്ച് വല്ലതും തോക്കാൻ പറ്റുമോ? അതെന്ത് ചെയ്യുക? എലിയെ. അത് ശരിയല്ലയോ? ഞാനത് പോയിട്ടില്ല. നന്നേ ആണോ പോയി. എലിയൊക്കെ മുറിച്ചാണ് അവിടെ കരളുണ്ടോ എന്നൊക്കെ നോക്കുന്നത്. ആ ഡോക്ടർ പറയുവാണേ, ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഈ രാജ്യത്തിന് ശാപം പോകാത്തത്.
ഇത് എത്ര പേരുണ്ട് നമുക്കല്ലേ? ഞാൻ കേട്ടതാ. ഞങ്ങളുടെ ഈ ചാപ്ലൻസി ക്ലാസ്സിൽ ആ പട്ടേൽ പറഞ്ഞ കാര്യമായി പറഞ്ഞു, ഡോക്ടർ പട്ടേൽ പറഞ്ഞു. മനസ്സിലായോ? അപ്പോൾ ഒരു വിവരവും ഇല്ലാത്ത വിവരക്കേട് പറയുന്ന വിവരമുള്ളവൻ മക്കളെ ഇതങ്ങ് നിർത്തിയാൽ മതി. അപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കണം, മനുഷ്യന് ദൈവത്തെക്കുറിച്ച്. അപ്പം എലി പറഞ്ഞു, എലി അവൻ്റെ ദൈവമാണ്. ഛത്തീസ്ഗഡല്ല, വേറൊരു സ്ഥലമുണ്ട്, ഞാൻ മറന്നുപോയി. അവിടെ മരമാ ദൈവം. മരം, റോഡ് സൈഡിലുള്ള മരങ്ങൾ, അതാ ദൈവം. അതിനെയാണ് പൂജിക്കുന്നത്. സർപ്പത്തെ, ഇതൊക്കെ പേടി കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പേടി കൊണ്ട്. പക്ഷേ നമ്മുടെ ദൈവത്തെപ്പറ്റി ഞാൻ പറയട്ടെ, അവൻ പേടിപ്പിക്കുന്നവനല്ല, അവൻ സ്നേഹവാനാ. രാവിലെ അവൻ്റെ ദയയെയും രാത്രി തോറും അവൻ്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. 10 തലയും 20 കൈയും രക്തം കുടിക്കുകയും നാക്ക് നീട്ടുകയും ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്ക് വേണ്ടി ജീവനെ തന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അപ്പൊ ആ ദൈവസന്നിധിയിൽ ചെല്ലാൻ ഒരു ഭക്തൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയപ്പോൾ ഒത്തിരി കുഴപ്പമുണ്ടായി. നമുക്കറിയാവുന്ന കാര്യമാണ്. ഒടുവിൽ ഞാൻ ദൈവസന്നിധിയിൽ ചെന്നു, ദൈവാലയത്തിൽ. ആസാഫിന്റെ കാര്യമായി പറയുന്നേ. ഒടുവിൽ ഞാൻ, നിന്റെ ചോദ്യത്തിന് മറുപടി ലഭിക്കണം ഒറ്റ ഒരിടമേ ഉള്ളൂ. ആവലാതി കൊണ്ട് എങ്ങോട്ട് പോയി? ഗോപുരത്തിലേക്ക് പോയി. ഞാൻ അങ്ങ് വിചാരിക്കുന്ന ഉയർന്ന സ്ഥലമായിരിക്കും. അവിടേക്ക് ചെന്ന് ദൈവത്തോട് ചോദിച്ചു. എൻ്റെ സംശയവും എൻ്റെ ചോദ്യവും എൻ്റെ ഹൃദയത്തിലെ ഭാരവും എൻ്റെ നിലവിളിയെല്ലാം ഇറക്കി വെക്കാവുന്ന ഒരിടമുണ്ടായിരുന്നത് കൊണ്ടല്ലേ ഇന്നിവിടെ വിശ്വാസരായിരിക്കുന്നത്. എത്രയോ പേർ നിരാശയിൽ പോയി. നമ്മുടെ എത്രയും പോലും പ്രശ്നം വരാത്തവർക്കും ജീവിത അവസാനത്തെ ലോകത്തിൽ നാം ജീവിക്കുന്നത്. പക്ഷേ ഇന്നും നാം കൃപയിൽ നിൽക്കുന്നത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനോ ദൈവമുണ്ടായിരുന്നുകൊണ്ടാണ്. എന്നാലും പ്രവാചകന് സംശയം വരുമോ? സാധാരണക്കാരൻ അങ്ങ് പോട്ടെ, പ്രവാചകൻ. നിങ്ങൾക്കറിയാമോ, 1:4 വായിച്ചേ. ആ, ഇവനത് കരയാൻ കാരണം എന്താ? സാഹചര്യം കണ്ടുകൊണ്ടാ. ന്യായപ്രമാണം അയഞ്ഞിരിക്കുന്നു എന്നാ. മറ്റ് ചില ഇതിനകത്ത് ലോലെസ്സായി, എന്തുവാ, ബിക്കം പാരലൈസ്ഡ്, പവർലെസ്. ലോലെസ് അല്ല, പവർലെസ്. ന്യായ വചനമുണ്ട്, അതിൻ്റെ ശക്തിയില്ല. പറഞ്ഞു മനസ്സിലായോ? കഴിഞ്ഞ കാലങ്ങളിലേക്കാളൊക്കെ കൂടുതൽ ദൈവസഭയിൽ എന്തുണ്ട്? ഇപ്പം ദൈവസഭയിലെ ക്രിസ്ത്യൻഡത്തിൽ വചനമുണ്ട്. എല്ലാവരും വചനമാണ് പറയുന്നത്. അവിടെ എന്തില്ല? കഴിഞ്ഞ രാത്രി കേട്ടില്ലേ? ഞങ്ങളുടെ സുവിശേഷം അത് ശക്തിയോടും പരിശുദ്ധാത്മാവോടും. ഹല്ലേലൂയ. ശക്തിയോടാവുന്ന വചനം. ഞാനതാ പറഞ്ഞ, വചനമെന്ന് പറയുന്നത് നമ്മൾ ലൈറ്റായിട്ട് എടുക്കരുത്. ദൈവസന്നിധിയിൽ ദൈവം നമ്മെ കൊണ്ടുവന്നാൽ ദൈവം നമ്മോട് ചിലത് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ശ്രദ്ധിച്ച് ഇരിക്കണമെന്ന് പറയുന്നത്. അല്ല, ഞങ്ങൾക്കൊന്നും സാധിക്കാൻ വേണ്ടി പറയുന്നത് എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല. വചനം നമ്മോട് സംസാരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ വരുന്ന വഴിക്ക് എന്തെങ്കിലും സംഭവിക്കാമായിരുന്നു, ഇന്ന് വരാതിരിക്കാമായിരുന്നു. പക്ഷേ ദൈവം ആരോഗ്യം ആലയത്തിൽ കൊണ്ട് ചില സംസാരം ആഗ്രഹിക്കുന്നുകൊണ്ടാണ്. മുൻപോട്ട് പോട്ടെ. അപ്പോൾ വചനത്തിന് ശക്തി കുറഞ്ഞാൽ കരയാൻ ആരെങ്കിലും ഉണ്ടോ? വചനം എഫക്റ്റീവായിരിക്കണം. ഈ ദിവസങ്ങൾ ദൈവസഭ EPC കരയേണ്ട സമയമാ. കർത്താവേ, വചനത്തിൻ്റെ ശക്തി ദേശത്ത് വെളിപ്പെടണം. വചനത്തിൻ്റെ ശക്തി ഈ സഭയിൽ വെളിപ്പെടണം. വചനത്തിൻ്റെ സഭ എൻ്റെ തലമുറയിൽ വെളിപ്പെടണം.
വചനത്തെ സംബന്ധിച്ച് കുടുംബങ്ങളിൽ വെളിപ്പെടണം. പ്രാർത്ഥിക്കാമോ? ദൈവം ചെയ്യുമെന്ന് വിശ്വസിക്കുക. Praise the Lord. കേവലം കേട്ടുകൊണ്ട് പോകരുത്, പോകുമ്പോൾ വിശ്വാസത്തോടെ പോകണം. ബൈബിളിൽ വായിക്കുമ്പോൾ പിന്നെ അവിടെ മുഖം വാടിയില്ല. എന്താ കാര്യം? അവിടെ വിഷയത്തെ സ്പർശിച്ചൊരു ദൂത് കിട്ടി. നമുക്ക് വല്ല വിഷയമുണ്ടോ? അത് ചുമ്മാ രാവിലെ ഇങ്ങനെ പോകുന്ന പാഷ ഇന്നില്ലെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞതിൻ്റെ പാഷ വിളിക്കും, അതുകൊണ്ടാണോ വന്നത്? നോ. ഞാൻ ഇവിടെ നിൽക്കുമ്പോഴും എനിക്ക് വിഷയമുണ്ട്. ഇത് ശുശ്രൂഷിക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കും. വളരെ വചനത്തിൻ്റെ ശക്തി വെളിപ്പെടണം. അതാ ഇത് വെറുതെ ഗാന്ധി എന്നുണ്ടല്ലോ ഞങ്ങൾ പ്രിൻ്റ് ചെയ്തത്, മഹാത്മാഗാന്ധിയുടെ ഓടി പ്രിൻ്റ് ചെയ്തതൊന്നും അല്ല. ഇത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട വചനമാണ്. ഒരു സ്തോത്രം പറയണേ. ഈ വചനം കൈ തന്നതിനാൽ സ്തോത്രം. ഇത് വായിപ്പാൻ ദൈവം സാവകാശം ഒരുക്കുന്നതിനാൽ സ്തോത്രം. ഇത് കേൾപ്പിക്കാൻ ദൈവം ശുശ്രൂഷന്മാരെ കൊണ്ടുവന്നതിനാൽ സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോട്ടെ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വാക്യം ഒന്ന് വായിക്കാമോ? എസെക്കിയേൽ 12:21 മുതൽ. അപ്പൊ ഒരു പഴഞ്ചൊല്ലുണ്ട്. എന്തോ അത്? ഉടനെ ഒന്നും ഇത് സംഭവിക്കത്തില്ല. അനേകരുടെ പോക്കുണ്ടായാലും കർത്താവ് വരുമെന്നൊക്കെ പറഞ്ഞാലും മിക്കവാറും അത് അടുത്തൊന്നും അങ്ങനല്ലേ. കർത്താവ് വരുമെന്ന് പറഞ്ഞാൽ വിശ്വസിച്ചാൽ ഒരുങ്ങും. ഞാൻ അതുകൊണ്ടൊക്കെയാ മഹോദരത്തിൻ്റെ കാര്യമൊക്കെ പ്രസംഗിക്കുന്നത്. അതുകൂടെ കഴിഞ്ഞിട്ടേ കർത്താവ് വരും എന്നൊക്കെ പറയുമ്പോൾ അതിനു വേണ്ടി 666 വേണ്ടി കാത്തിരുന്നിട്ട് പിന്നെ കർത്താവ് വരത്തുള്ളല്ലോ. എന്തോ ഒരു ആശ്വാസമാണ്. പറഞ്ഞ് മനസ്സിലായില്ല. എനിക്ക് മഹാ ഉപദ്രവമൊന്നുമല്ല വിഷയം. വേണ്ടൊരു പൊയ്ക്കോട്ട് കുഴപ്പമില്ല. പക്ഷെ കർത്താവേ വേഗം വരണമേ. അതാ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മനസ്സിലായോ? ഇത് ഇപ്പോഴെങ്ങും അവിടെ നിന്ന് എഴുതിക്കുന്നേ. ഇത് വായിച്ചാട്ട കാലം നീണ്ടുപോകും. അടുത്തത് ദർശനമൊന്നും ഈ പറഞ്ഞ കാര്യമൊന്നും നടക്കത്തില്ലെന്ന് പറയും. നടക്കാൻ സാധ്യത കുറവാ. ഇത് പറഞ്ഞ് എന്തായിത്തീർന്നു? ഒരു പഴഞ്ചൊല്ലായിത്തീർന്നു. എന്താ പറ്റി? ഇതൊന്നും ശരിയായില്ലേ? അതൊന്നും ഇങ്ങനെ എത്ര കേട്ടിരിക്കുന്നു. എത്ര വചനം കേട്ടു, എത്ര പ്രസംഗം കേട്ടു, എത്ര ദൂത് കേട്ടു, എത്ര വെളിപ്പാട് കേട്ടു. ഇങ്ങനെ കേട്ട് ദൈവം പറയുവാണേ, യഹോവയായ കർത്താവ്, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കണമേ, യഹോവയായ കർത്താവ് ഇപ്രകാരം പറയുന്നു. പഴഞ്ചൊല്ല് ഞാൻ നിർത്തലാക്കുമെന്ന്. മനസ്സിലായവർക്കായി സ്തോത്രം. അതിൻ്റെ അർത്ഥം എന്തുവാ? നിങ്ങൾ ഈ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇറങ്ങി വന്ന് ഡീൽ ചെയ്യുമെന്ന്. ഞാൻ പറഞ്ഞത് നടക്കയില്ലെന്ന് പറഞ്ഞ പഴഞ്ചൊല്ലിനെ ഞാൻ നിർത്തലാക്കും. ഇന്ന് പകരം അതിനൊന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലുമുണ്ടോ? എന്നോട് പറഞ്ഞവൻ അതങ്ങനെ തന്നെ നടക്കുമെന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. അത് ഏത് ഏരിയയിലായാലും ഞാൻ എല്ലാം എടുത്ത് പറയുന്നില്ല. പഴഞ്ചൊല്ല് നിർത്തലാക്കി. അടുത്തത് ഉപയോഗിക്കുകയില്ല. എത്ര ക്ലിയറാ ദൂത്. ഇനി അതൊരു പഴഞ്ചൊല്ലായി ഉപയോഗിക്കുകയില്ല. അടുത്തത് അവരോട് പറയാനാണ്. അവിടെ പ്രവാചകനോട് പറഞ്ഞെങ്കിൽ ഇന്ന് സഭയോട് പറയാനാണ് എന്നെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്തെങ്കിലും എപ്പോഴെങ്കിലും ദൈവം ചെയ്യുമായിരിക്കും. അതല്ല, എൻ്റെ പ്രാർത്ഥന മറുപടി അടുത്തുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കാമോ? എന്നോട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ
ഇനിയും ദൈവം അധികം ദീർഘിപ്പിക്കത്തില്ലെന്ന് വിശ്വസിക്കാമോ? അതൊരു പഴഞ്ചൊല്ലായി മാറുവാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന് വിചാരിക്കാമോ? അതിന് 25-ാമത്തെ വാക്യം ഒന്ന് വായിച്ച ഭാഷേ. ഞാൻ പ്രസ്താവിക്കുവാൻ ഇച്ഛിക്കുന്ന വചനം. അത് ഞാൻ പറഞ്ഞ ദർശനം എന്ന് പറഞ്ഞത്, ഞാൻ പ്രസ്താവിക്കുവാൻ അല്ലെങ്കിൽ പറയുവാൻ ഇച്ഛിക്കുന്ന വചനം. മതി. ഞാൻ പ്രസ്താവിക്കുന്ന വചനം ഞാൻ പറയും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൈവവചനം കേൾക്കുന്ന പ്രസംഗമായി കേൾക്കരുത്. നമ്മുടെ വിഷയത്തെ സ്പർശിക്കുന്ന ദൂതായി കേൾക്കണം. പ്രസംഗം കേൾക്കണമെങ്കിൽ ഞങ്ങളെക്കാളൊക്കെ നന്നായി പ്രസംഗിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട്, നന്നായിട്ട്. ഇവിടെ അതല്ല, ഇവിടെ വചനം ഷെയർ ചെയ്യുക. നീ പറ, ഞാൻ പ്രസ്താവിക്കാനുള്ളത് പ്രസ്താവിക്കും. അപ്പോൾ ദൈവം പ്രസ്താവിക്കുന്ന ഇത് ദൈവമാണ് പറയുന്നത്. ഇനിയും താമസം വരികയില്ല. ഇനിയും താമസിക്കാതെ നിവർത്തിയാകുമെന്നേ. ഒരു നല്ല സ്വന്തം പറയാമോ? താമസിയാതെ നിവർത്തിയാകും, താമസിയാതെ നിവർത്തിയാകും. പ്രൈസ് ദി ലോർഡ്. ദൈവം അങ്ങനെ ചെയ്യും. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോട്ടെ. ഇങ്ങനെ ആവലാതി നിമിത്തം കരയുമ്പോൾ, പ്രശ്നം ഭാരപ്പെട്ട് ആവലാതി നിലവിളിക്കുമ്പോൾ ദൈവം അടുത്ത് വന്ന് പറയുക, നീ ഒരു കാര്യം ചെയ്യുക, ആ ടാബ്ലറ്റ് ഇങ്ങെടുത്തേ. നമുക്കറിയാം, ഇപ്പം ടാബ്ലറ്റ് അറിയാമല്ലോ. അതിനകത്ത് മറ്റേ ഈ കൽപ്പലയ്ക്കും ടാബ്ലറ്റ് എന്നാണ് പറയുന്നത്. കർത്താവ് എഴുതുക അങ്ങനെയൊക്കെയാ, ഇൻസ്ക്രൈബ് ചെയ്തു. അങ്ങനെ ആയിരിക്കുന്നല്ലയോ? അത് ഈ ട്രാൻസ്ലേഷനിലുള്ള പാസ്റ്റർ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എഴുതി വായിച്ചാൽ അല്ലേ? ഏതാണ്? ഹബക്കൂക്ക്. മൂന്ന് ഇൻസ്ക്രൈബ് ഇറ്റ് ഓൺ. അത് നിങ്ങൾക്ക് വരച്ച് വെക്കാനാ. ഒരു കൽപ്പനയ്ക്കകത്ത് വരച്ച് വെച്ചാൽ പിന്നെ വര പോമോ? നീ സാധ്യതയുണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഇത് പഴഞ്ചൊല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഇത് കാണത്തക്ക ഉണ്ട് ഒന്ന് വരച്ച് വെച്ചേ. താല്പര്യമുണ്ട് ആർക്കെങ്കിലും? കാണത്തക്ക ഒന്ന് ഇൻസ്ക്രൈബ് ചെയ്ത് വെച്ചേ. എന്നിട്ട് അതിന് മേൽ കൈ വെച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നത്. തലമുറയോടും ഭവനങ്ങളോടും വ്യക്തികളോടും സഭയോടുമുള്ള ദൂത. ചുമ്മാതെ പഴഞ്ചൊല്ല് കൊണ്ട് നടക്കാതെ അത് ഞാൻ മാറ്റാൻ പോവുകയാ. നീ ഒരു കാര്യം ചെയ്യേ, ഇതൊന്ന് എഴുതി വെക്ക്. അവിടേക്ക് വരുന്നതിന് മുമ്പേ ഈ ദൈവത്തിൻ്റെ പ്രവചനങ്ങൾ രണ്ട് വിധമാണ്, അല്ലെങ്കിൽ വചനം രണ്ട് വിധമാണ്. ഒന്ന് അൺകണ്ടീഷണൽ, രണ്ട് കണ്ടീഷണൽ. എന്തുവാ അൺകണ്ടീഷണൽ? പറയാം, ഒത്തിരി ഉണ്ട്. ഒന്ന്, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ എവിടെ നോക്കിയാലും ക്രിസ്തു രക്ഷകൻ, വീണ്ടെടുപ്പുകാരൻ. അതിനുവേണ്ടി ആരും പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിച്ചില്ലെങ്കിലും കാലസമ്പൂർണതയിൽ അവൻ വന്നിരിക്കും. രണ്ട്, യേശുവിന്റെ ഒന്നാം വരവും രണ്ടാം വരവും. നിങ്ങളൊന്നും എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ അത് കണ്ടീഷനാ, ഞാൻ വരത്തില്ല എന്നുണ്ടോ? കേൾക്കുന്ന വചനം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, കേൾക്കുന്ന വചനം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും
അവൻ വരും, വരുവാൻ ഉള്ളവൻ വരും. എന്നാൽ പിന്നെ അൺകണ്ടീഷനായിട്ടുള്ള ആ പ്രോമിസ് എപ്പോഴും നടക്കാം എന്നുള്ളത് കൊണ്ട് ദൈവസഭയ്ക്ക് ഒരുങ്ങാനുള്ള സാവകാശമില്ലേ? തെളിവെന്തുവാ? അൺകണ്ടീഷണലായിട്ട് വരുമെന്ന്. മാനവജാതിയുടെ ഉദ്ധാരണത്തിന് വേണ്ടി ദൈവം അവന്റെ സമയമായപ്പോൾ ആരെല്ലാം എതിര് നിന്നാലും അവൻ വന്നിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒന്നാമത് വന്നതിൻ്റെ സാക്ഷിയാ നാം, അല്ലയോ? യേശു കർത്താവ് വന്നു, ജീവനെ തന്നു, ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ള ആ തൻ്റെ നമുക്കില്ലേ? ഞാൻ പലപ്പോഴും പറയും, യേശു വന്നതല്ല വിഷയം. എൻ്റെ ജീവിതത്തിൽ അവൻ ജനിച്ചതോ 33.5 വയസ്സ് ജീവിച്ചതോ അത്ഭുതം പ്രവർത്തിച്ചതോ ലാസറെ ഉയർപ്പിച്ചതോ അല്ല എൻ്റെ വിഷയം. എൻ്റെ വിഷയം കാൽവറി അവൻ ജീവനെ കൊടുത്തതാ. അവനിൽ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്. ആ നിത്യജീവനെ പ്രദാനം ചെയ്യുവാൻ അവൻ എനിക്ക് വേണ്ടി ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ അവനെ സ്തുതിക്കുന്നത്. ഇനി അങ്ങനെയെങ്കിൽ എന്നെ ദൈവസഭയുടെ അംഗമാക്കി തീർത്തു, അവൻ്റെ മക്കളാക്കി തീർത്തെങ്കിൽ, മണവാട്ടിയിൽ കൊണ്ടുവന്നെങ്കിൽ, ഈ ദിവസങ്ങളിലൊന്നിൽ അൺകണ്ടീഷണലായിട്ട് അവൻ വരും. വിശ്വസിക്കുന്നത് ആരെങ്കിലും? അവൻ വരാത്തത് നമ്മൾ ഒന്നുകൂടെ ഒരുങ്ങാനാണെന്നുള്ള ആ കാര്യമൊക്കെ പലപ്പോഴും പ്രസംഗിക്കാറുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ അവൻ വരാത്തത് ആ സൗദത്തോടെ ചില കല്ലുകൾ കൂടി ചേർക്കാറുണ്ട്. പറഞ്ഞ് മനസ്സിലായോ? അതുകൊണ്ടാ ചില നമ്മളൊക്കെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് അവൻ വന്നിരുന്നെങ്കിലോ? ജനിക്കുന്നതിന് മുമ്പ് ഞാൻ പറയുന്നില്ല. അപ്പൊ അതുകൊണ്ടെങ്കിലും ദൈവത്തെ സ്തുതിക്കണ്ടായോ? ഹല്ലേലൂയ. ഒരു 20 വയസ്സ് 30 വയസ്സ് ആയപ്പോഴൊക്കെ രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിൽ വന്നവരൊക്കെ ഉണ്ട്. ഹിന്ദു മാർഗത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവരുണ്ട്. അവർ ആ നിലയിൽ യേശുവിനെ ഇഗ്നോർ ചെയ്ത്, ഞാൻ ബുധനാഴ്ച പറഞ്ഞു, എന്താ പാപം? ക്രിസ്തുവിൽ വിശ്വസിക്കാത്ത പാപം. ജീവൻ തന്ന യേശുവിൽ വിശ്വസിക്കാത്തവൻ നരകത്തിന് യോഗ്യനാ. അങ്ങനെയാണെങ്കിൽ അന്ന് നാം ഒന്ന് പാട്ടില്ലേ, പണ്ടേ മരിച്ചു പോയെങ്കിൽ എൻ്റെ ദൈവമേ. ഈ ദേവദാസന്റെയും പ്രാർത്ഥന സാക്ഷ്യപത എന്നോട് പറഞ്ഞത് എൻ്റെ ഭാഷയെ പണ്ട് ദൈവത്തെ അറിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ദൈവം ഒരു സാഹചര്യം ഒരുക്കി ദൈവത്തെ അറിയാൻ. ദൈവം ഓരോരുത്തരും അതാത് സമയത്ത് കൊണ്ടുവന്നെങ്കിൽ കൃപയാൽ എന്നെ അവൻ രക്ഷിച്ചല്ലോ. അവൻ അന്ന് താമസിച്ച കർത്താവേ, അങ്ങയുടെ സമയമായെങ്കിൽ വരണമെന്നത് പറയാമോ? ഞാനങ്ങ് വിചാരിക്കുന്നത് എൻ്റെ വിശ്വാസമാണേ, നിങ്ങളുടേതായിരിക്കണമെന്നില്ല. നാം ജീവിച്ചിരിക്കുമ്പോഴേ അവൻ വരുമെന്ന. തെറ്റല്ലത്. പൗലോസ് പറഞ്ഞില്ലേ അത്? എന്താ അർത്ഥം? ഉടനെ ഒന്നും വരാൻ പോകുന്നില്ല, എങ്ങനെയെങ്കിലും പോകുന്നുള്ളതല്ല. അടുത്ത ആഴ്ച ഇവിടെ ആരാധന കാണുമോ എന്ന് അറിയത്തില്ല. അവൻ വരും. അതാ ഞാൻ പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ലഭിച്ച സാഹചര്യം തക്കത്തിൽ ഉപയോഗിച്ചോണം. ഒന്നുകിൽ അവന്റെ വരവ് അല്ലെങ്കിൽ ജീവിതാവസ്ഥ, രണ്ട് എപ്പോഴും നടക്കാം. എപ്പോഴും നടക്കാം. അല്ലാതെ നടന്ന് കണ്ടില്ലയോ? എത്ര പരിതാപകരമായില്ലയോ ട്രാജഡി? വിവാഹം കഴിച്ച് ആ സെയിം ഡേ ഒരു ദൈവമക്കളുടെ ഭവനമാണ്. അതാ വേറെ വിഷയം. ചോദ്യമുണ്ട്, എന്തുകൊണ്ട് സംഭവിച്ചു? മറുപടി നമ്മുടെ പക്കലില്ല. ഹല്ലേലൂയ. പഴയ ആ കുടുംബത്തെയും പ്രിയപ്പെട്ടവരെ കണ്ടാൽ മറുപടി അവർക്ക് അറിയാമെന്നുള്ള മനസ്സിലായി. നമ്മൾ മുറവിളിക്കുന്നവരുടെ കൂട്ടത്തിലല്ല. ദൈവം തന്നു, ദൈവം എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തോത്രം. മുൻപോട്ട് പോട്ടെ. അപ്പം നാം ഒരുങ്ങിയാലും ഒരുങ്ങിയില്ലെങ്കിലും, നാം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. റോമാലേഖനം 3:3 അറിയാമോ? ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ
ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളുമില്ല. ഓ, അവൻ വിശ്വസ്തനായ ദൈവമാണെങ്കിൽ അവൻ്റെ സ്വഭാവമാ വിശ്വസ്തത. അവൻ്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരത്തില്ല കേട്ടോ. പിന്നെ കണ്ടീഷണലായിട്ടുള്ള വചനങ്ങളുണ്ട്. പഴയ നിയമത്തിൽ ഒരു ഉദാഹരണമാ. ജോസഫ് ദർശനം കൊടുത്തു. ദർശനം കൊടുത്തിട്ടുണ്ടെങ്കിൽ പൂർത്തീകരിച്ചാൽ പോരായിരുന്നു. ദൈവമല്ലേ പറഞ്ഞത്. ദൈവം അവന് പ്രായമാകാഞ്ഞിട്ടൊന്നുമല്ല. ചേട്ടന്മാരുടെ എത്രയൊക്കെ മിക്കവാറും അനിയനാണെങ്കിലും പ്രായമൊക്കെ ഉണ്ട്, കാര്യങ്ങൾ നടക്കാം. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ഒരു ദിവസം കൂടെ പെട്ടെന്ന് സാധിക്കണമെന്നില്ല. പക്ഷെ ഒരു പ്രോസസ്സിൽ കൂടെ നടത്തും. പറഞ്ഞ് മനസ്സിലായോ? ഞാനങ്ങ് വിചാരിക്കുക മറ്റുള്ളവർക്ക് ആർക്കുമില്ലാത്ത വഴിയാ ഒരു ദൈവവേദന. ചേട്ടന്മാർക്കോ അച്ചാച്ചന്മാർക്കോ ആർക്കു വേണ്ടിയും ആ വഴി തോന്നിട്ടില്ല. ദർശനമുള്ളവന് വേണ്ടി മാത്രം ദൈവം അപ്പോയിന്റ് ചെയ്തൊരു വഴിയുണ്ട്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ ആരെങ്കിലും? ദർശനമുള്ളവന് വേണ്ടി മാത്രം ദൈവം അപ്പോയിന്റ് ചെയ്ത് മാറ്റിയിരിക്കുന്ന വഴിയുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ വഴിക്ക് ഞാൻ എൻ്റെ പേര് പറയാം, പ്രൈവറ്റ് റോഡ്. പ്രൈവറ്റ് റോഡ് എന്ന് പറഞ്ഞാൽ എന്തുവാ? എല്ലാവർക്കും വഴിയില്ലെന്നില്ല. ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഓരോരുത്തരും പോകുന്നത് ഓരോ വഴിയിൽ കൂടെയാണ്. ഞാൻ പോകുന്ന പാതയല്ല പാസ്റ്റർ ലിജിക്ക്. എല്ലാവർക്കും അവരുടേതായ വഴിയുണ്ട്. വേറൊരു വാക്യമുണ്ട്, യോശുവയുടെ പുസ്തകത്തിൽ വാക്യമുണ്ട, ഈ വഴി നിങ്ങൾക്ക് ഇതിനു മുമ്പേ പോയിട്ടില്ലല്ലോ. അപ്പം നാം പോകാത്ത വഴികൾ കൂടെ നമ്മെ നടത്തുന്ന ദൈവമാണ്. വീട്ടിൽ 13 മക്കളുണ്ട്, 11 അച്ചാച്ചന്മാരുണ്ട്. അവർക്കൊന്നും ദർശനം കിട്ടിയില്ല. വിഷൻ കിട്ടിയത് കൊച്ചുകൊച്ചനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വചനം ദൈവം നിന്നോട് പറഞ്ഞാൽ, ഒരു ദർശനം തന്നാൽ, പിന്നെ ദൈവം നീയുമായിട്ട് ഡീൽ ചെയ്യുന്നത്. ഒരു സ്തോത്രം പറയണേ. അതിന് അനുകൂലമായി പോകുവാൻ ചിലരെ ദൈവം അപ്പോയിന്റ് ചെയ്ത് ആക്കിയിരിക്കുന്നേ ഉള്ളൂ. ഒരു നല്ല സ്തോത്രം പറയാമോ? അപ്പോൾ അച്ചാച്ചന്മാരെ കുറ്റം പറയരുത്. മനസ്സിലായ സ്തോത്രം. അത് അവസാനം യോശുവ പറയാം, നിങ്ങളല്ല എൻ്റെ ദൈവമാ കൊണ്ടുവന്നെന്ന്. ചിന്തിക്കുന്നുണ്ടോ ആ വിഷയം? ദർശനം കിട്ടിയിട്ട്, വിഷൻ കിട്ടിയിട്ട്, വചനം കിട്ടിയിട്ട്, റെവലേഷൻ കിട്ടിയിട്ട്, പ്രവചനം കിട്ടിയിട്ട് വർഷങ്ങളായി. പക്ഷെ അതിൻ്റെ പ്രോഗ്രസ്, ഫുൾഫിൽമെന്റ്. വിഷൻ കിട്ടി, പ്രോസസ്സിംഗ് പാതയിൽ കൂടെ പോവുക. ഏതാ ഒന്നാമത്തെ പാത? അച്ചാച്ചന്മാർ നേരത്തെ കണ്ട ഉടനെ ഒരു തീരുമാനമെടുത്തു, ഇവനെ സ്വപ്നക്കാരൻ രണ്ട് വരുന്നു. ദൈവങ്ങളെ, നമ്മളെ ഇഷ്ടമില്ലാത്തൊരു വലിയ ഗ്രൂപ്പുണ്ട് കേട്ടോ. നല്ല സ്തോത്രം പറഞ്ഞില്ല. അത് ആ മനുഷ്യരല്ല കേട്ടോ, പിശാച. നിങ്ങൾ ശരിക്കൊരു സ്തോത്രം പറഞ്ഞാൽ ഈ ആഴ്ച നന്നായിട്ട് സ്തോത്രം പറഞ്ഞാൽ അടുത്ത ആഴ്ച പറയാതിരിക്കത്തക്കവണ്ണം, ഈ ആഴ്ച എങ്ങനെയെങ്കിലും വെളുപ്പിട്ട് വന്നാൽ അടുത്ത ആഴ്ച ഉണരാതിരിക്കത്തക്കവണ്ണം, ഈ ആഴ്ച ചാറ്റമഴ കൊണ്ട് വന്നെങ്കിൽ അടുത്ത ആഴ്ച പെരുമഴ തരാൻ കഴിയണം. വിഷയം മനസ്സിലായോ? നമ്മെ ആത്മീയത്തിൽ പിന്നോക്കം കൊണ്ടുപോകുന്ന ഒരു പൈശാചിക ബന്ധനമുണ്ട്. പക്ഷേ ദൈവം പറയുക, ഇവരെയൊക്കെ ഞാൻ അവിടെവിടങ്ങളായിട്ടൊക്കെ അപ്പോയിന്റ് ചെയ്ത് വെച്ചിരിക്കുക, ദോധാനിൽ വെച്ചിരിക്കുക. അച്ചാച്ചന്മാർ 10 പേര് ചേർന്ന് ഇവരെ കൊല്ലാൻ തീരുമാനിച്ചു. ദർശനത്തിന്റെ പൂർത്തീകരണത്തിന്റെ വഴിയാന്ന് ഞാൻ പറഞ്ഞേ.
കൊല്ലാൻ തീരുമാനം. ഞാൻ ചോദിക്കുന്നത്, ദൈവമാണ് പറഞ്ഞെങ്കിൽ ദൈവം എന്തിനാണ് ഇത് അനുവദിക്കുന്നത്? ദൈവമല്ലേ പറഞ്ഞത് ഇവരെല്ലാം നിന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തുവന്ന്, അപ്പനും അമ്മയും സഹിതം? ദൈവമല്ലേ പറഞ്ഞത് ഞാൻ ഇവർക്ക് മുമ്പിൽ നിന്നെ അധിപതിയാക്കുമെന്ന്? പിന്നെ എന്തുകൊണ്ടാണ് ഈ വഴിയെ പോകേണ്ടി വന്നത്? അത് അവനുള്ള വഴിയാ. വേറെ ആരോ വഴിയെ പോകാൻ പറ്റത്തില്ല, പോകാൻ ദൈവം ആഗ്രഹിക്കുന്നുമില്ല. സ്തോത്രം. ഒന്ന്, നീ സ്വപ്നക്കാരൻ. രണ്ട്, ഇവനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. മൂന്ന്, ഇവനെ കൊല്ലാമെന്ന് പറഞ്ഞപ്പോൾ ദർശനം കിടക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. ഇവൻ ചാകാൻ പറ്റത്തില്ല. ഒരു സ്തോത്രം പറയാമോ? ഇത്രയും നാൾ വന്നതേ നമ്മുടെ സൂക്ഷിപ്പുള്ള ഡ്രൈവിംഗ് കൊണ്ടല്ല. നാം ഡ്രൈവിങ്ങിൽ എക്സ്പേർട്ട് ആയതുകൊണ്ടുമല്ല, നമ്മെക്കുറിച്ചുള്ള ദൈവഹിതം ഉള്ളതുകൊണ്ട്, അവൻ അവിടെ കൊണ്ടായ ദൂതനെ കൽപ്പിച്ചാക്കിയത് കൊണ്ടാണ്. ഓ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, നമ്മുടെ കഴിവൊന്നും പറയാനില്ല കേട്ടോ. ദൈവം കൊണ്ടുവന്നതാ. ദൈവം നമ്മെ നടത്തുന്ന വഴി ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ 10 പേരും കൂടി ഈ കൊച്ചരുതനെ കൊല്ലാൻ തീരുമാനിച്ചപ്പോൾ 11ാമത്തെ ഒരുവൻ രൂപൻ, കൊല്ലരുത്. വേണമെങ്കിൽ ഈ 10 പേരാ മെജോറിറ്റി അവിടെ ഇരിക്കട്ടെ, ഇയാളൊന്നും മിണ്ടാതിരിക്കെ, ഞങ്ങൾക്കറിയാമെന്ന് പറയണ്ടായിരുന്നോ? ഇല്ല. രൂപന്റെ വാക്ക് അവർ കേട്ടു, കൊന്നില്ല. ഞാൻ ആ വാക്ക് പറയട്ടെ, കൊന്നില്ലെന്നല്ല, ദൈവം അത് അനുവദിച്ചില്ല. എന്താ കാര്യം? ഒരു കണ്ടീഷണൽ പ്രൊഫസി ഉണ്ട്. ഒരു പ്രവചനം നിന്റെ ജീവിതത്തിലും നിന്റെ ഭവനത്തിലും നിന്റെ തലമുറയിലും നിന്റെ സഭയിലും ഉണ്ടെങ്കിൽ, ഗവൺമെന്റോ ആരോ എതിർനിൽക്കട്ടെ, ദൈവം അത് സാധിച്ചിരിക്കും. പോരാ പോരാ, ഇത്രയും തോന്നൽ പറഞ്ഞാ പോരാ. രൂപൻ അവിടെ നിന്ന്, കുഞ്ഞേ ഇവനെ കൊല്ലരുത്. നമ്മുടെ സഹോദരനല്ലേ. എന്നാ ഇനി കൊല്ലണ്ട, പിന്നെ എന്ത് ചെയ്യണം? പൊട്ട കെട്ടിയിട്ടു. നമ്മുടെ ഈ യോസഫ് അല്ല യാത്ര ചെയ്യുന്നത്, ദർശനമായ യാത്ര ചെയ്യുന്നത്. എവിടെ നിൽക്കണം, എവിടെ താഴെ പോകണം, എവിടെ ഉയർന്നു വരണം, എല്ലാം അതിനറിയാം. അത് എന്നാ പറയുന്നത്, അത് സമാപ്തിയിലേക്ക്, അത് പറഞ്ഞ വ്യക്തി എന്ന് പറയുന്നില്ല, അത് ഈ ദർശനം. പുതിയ വെളിച്ചത്തിൽ ഈ വചനത്തിൽ ജീവനുണ്ടോ? ഉണ്ടോന്നേ? ഉണ്ടെന്ന്. ദൈവവചനം ശക്തിയും, ഇതിൽ ജീവൻ വ്യാപരിക്കും. ജീവൻ ഉണ്ടെങ്കിൽ ചലിക്കും. ചത്തതാണെങ്കിൽ ചലിക്കത്തില്ല, ജീവൻ ഉണ്ടെങ്കിൽ ചലിക്കും. ഇന്ന് വാക്ക് എന്നെ വിളിച്ചു വരട്ടെ, ഈ വചനം മതി നിന്നെ സൗഖ്യമാക്കുവാൻ. ഈ വചനം നിന്നെ കുഴിയിൽ നിന്ന് ഉയർത്തുവാൻ. അവൻ വചനം വെച്ച് അവരെ കുഴിയിൽ നിന്ന് ഉയർത്തി. അവൻ വചനം വെച്ച് അവരെ സൗഖ്യമാക്കി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കുഴിയിലിട്ടപ്പോൾ അടുത്തത്, എന്നാൽ കുറഞ്ഞ പക്ഷേ ഇവനെ കുറിച്ച് ലാഭം ഉണ്ടാക്കാം. മിഥ്യാന്റെ കച്ചവടക്കാർ വരുന്നു, ഇവനെ അങ്ങ് വിറ്റേക്കാം. അന്നേരം ദൈവം നിർത്തുന്നതും മാറ്റുന്നതും ഒക്കെ ദൈവമാന്നേ. ഒരു നല്ല സ്വത്രം പറഞ്ഞില്ലല്ലോ. അനുഭവിച്ചാലേ പറയത്തുള്ളൂ. ഇതൊക്കെ നമുക്ക് വേണ്ടി നിർത്തുന്ന സാഹചര്യമുണ്ട്, നമുക്ക് വേണ്ടി മാറ്റുന്ന സാഹചര്യമുണ്ട്. അവൻ്റെ രൂപൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ, അയ്യോ നമ്മുടെ സഹോദരനാണ്, ഇവനെ വിട്ട് കളയരുത്, തൽക്കാലം അവിടെ കിടക്കട്ടെ, ധൃതി വെക്കാതെ എന്തെങ്കിലും വഴി ഉണ്ടാക്കുന്ന നമുക്ക്, നമ്മൾ പോകുമ്പോൾ ഇവനെ കൂടെ കൊണ്ടുപോകാം എന്നൊക്കെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞാൽ, യോസഫ് ഒന്നും പറയത്തില്ല. ദർശനം പറയും വെയിറ്റ്, വചനം പറയും വെയിറ്റ്, എനിക്ക് ഇവന് ഹി വിൽ ഫുൾഫിൽ ഹിസ് പർപ്പസ് ദാറ്റ് വിച്ച് കൺസേൺസ് മീ എന്നൊരു വാക്യമുണ്ട് 138 ലാസ്റ്റാണ്. യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തും. ഇംഗ്ലീഷിലെ ഹി വിൽ ഫുൾഫിൽ ഹിസ് പർപ്പസ്. ദൈവമക്കളെ,
നാം വെറുതെ അല്ല ദൈവാലയത്തിൽ വന്നതും ദൈവമക്കളായും നമ്മെക്കുറിച്ച് ദൈവത്തിന് ഡിവൈൻ പർപ്പസ് ഉണ്ട്. യെസ്, യു നീഡ് ടു ബിലീവ് ദാറ്റ് ഗോഡ് ഹാസ് എ ഡിവൈൻ പർപ്പസ് ഇൻ അവർ ലൈഫ്. ആ പർപ്പസ് പൂർത്തീകരിക്കുന്നത് വരെ പറഞ്ഞവൻ കൂടെ ഇരിക്കുമെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഒരു ഡിവൈൻ പർപ്പസ് എന്നെക്കുറിച്ചും എൻ്റെ തലമുറയെക്കുറിച്ചും എൻ്റെ വീടിനെക്കുറിച്ചും എൻ്റെ സഭയെക്കുറിച്ചും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചും ദൈവത്തിന് ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ പറഞ്ഞവൻ നിവർത്തിക്കുവാനും വിശ്വസന. പക്ഷെ അവൻ കൊണ്ടുപോകുന്ന പ്രോസസ്സിംഗ് വേ, അത് നിപ്പാൻ കൃപ വേണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോട്ടെ, സമയത്ത് നിർത്തണമല്ലോ. ഹല്ലേലൂയ. രൂപനെ മാറ്റിയിട്ട് കച്ചവടക്കാർക്ക് വിറ്റു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, അവിടെ കിടന്ന് ആ കിണറ്റിനകത്ത് വെള്ളവുമില്ല, ഒന്നുമില്ല, എന്തെങ്കിലുമൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞ പുള്ളിക്കാരനൊക്കെ അവിടെ ചത്തു കിടപ്പുണ്ടായിരിക്കും. ആ ദൈവമേ, എലി ഇതിനകത്ത് ഇങ്ങനെ കിടക്കുക. പക്ഷേ അടുത്ത സ്റ്റെപ്പ് കേൾക്കണോ? സുഗന്ധവർഗത്തിനകത്തോട്ട് അടുത്തത് ദൈവം കൊണ്ടുപോകുന്ന വഴിയേ. ചേറ്റില്ലല്ലയോ കിടന്ന ചോദിച്ചാൻ്റെ പാട്ടാത്. ചേറ്റില്ലല്ലയോ കിടന്നത് ഓർത്തു നോക്കിയാൽ നാറ്റമല്ലയോ വമിച്ചതെൻ ജീവിതം, മാറ്റിയല്ലോ എൻ ജീവിതത്തെ, മാറ്റമില്ലാത്ത നിന്റെ കൃപയാ. ഓ ഹല്ലേലൂയ. അവനെ ഇടയ്ക്കൊക്കെ നമ്മളെ ഒന്ന് ലിഫ്റ്റ് ചെയ്യും. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞു, എല്ലാ മഴയും അല്ല, ഒരു മഴയും, താങ്ക് യു മാസ്റ്ററെ, എല്ലാ മഴയും അല്ല, ഒരു മഴയും. എന്നും അങ്ങ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നില്ല. രാവിലെ മഴ കണ്ടുവരെ ഉച്ചയ്ക്ക് മഴയില്ല കേട്ടോ. എന്നും രാവിലെ മഴയാകുകയും വരുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു പകലുണ്ടെങ്കിൽ ഒരു രാത്രിയുണ്ട്, ഒരു രാത്രി ഉണ്ടെങ്കിൽ ഒരു പകലുമുണ്ട്. ദാനിയേൽ പ്രവചനം പറയുന്ന കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നത് അവനാ. ഒന്ന് വിശ്വസിക്കാമോ? എന്നും വീട്ടിൽ ദുഃഖം തളം കെട്ടി കിടക്കത്തില്ലെന്നാ പറയുന്നത്. എന്നും ദുഃഖം തന്നെ ആയിരിക്കില്ല, എന്നും ആവലാതി പറയുന്ന വ്യക്തി ആയിരിക്കത്തില്ലെന്ന് ഇന്ന് പകൽക്കാലം ഈ ദൂതിന്റെ അടിസ്ഥാനത്തിൽ ആ വചനം ഒന്ന് ഏറ്റെടുക്കാമോ? ഒരു പൊട്ടക്കേറ്റ് ഉണ്ടെങ്കിൽ ഒരു സുഗന്ധവർഗമുള്ള വണ്ടിയുമുണ്ട്. ഇതെങ്ങോട്ടാ പോന്നേ? ഫുൾഫില്ലിംഗ് ദ പ്രോമിസ്. അങ്ങ് ചെന്നു നല്ല ജോലിയൊക്കെ കിട്ടി. അയ്യോ, പ്രൈസ് ദി ലോർഡ്. പാട്ടൊക്കെ പാടി ദൈവം നമ്മളെ ഇങ്ങനെയൊക്കെ ആദരിക്കുന്നല്ലോ. പണ്ട് ചെരുപ്പില്ലായിരുന്നു, ഇപ്പോൾ ഷൂ വെക്കാൻ വേണ്ടി റാക്കി മേടിച്ചിട്ടുണ്ട്. ഞാൻ മേടിച്ചിട്ടുണ്ട്, എൻ്റെ കാര്യമാണ്. പണ്ട് ഒറ്റമുണ്ടേ ഉള്ളായിരുന്നു. ഞങ്ങളൊക്കെ നോർത്ത് ഇന്ത്യ പോകാൻ ആഗ്രഹിച്ചത് ഒരു പാൻ്റ് ഇടണമെന്ന് വിചാരിച്ചാ. ജോലി പിന്ന പട്ടാളക്കാരൊക്കെ നാട്ടിൽ വരുമ്പോൾ അവർ നമ്മളെ കാണിക്കാൻ വേണ്ടി ഈ അവരുടെ പാൻറ്റൊക്കെ ഇങ്ങനെ നനച്ച വെയിലേ തൂക്കും. ഇത് കാണുന്ന നമുക്കൊരു താല്പര്യം. എൻ്റെ മാമച്ചൻ ബ്രദറെ, എനിക്കും ഒന്ന് നോർത്ത് ഇന്ത്യയിൽ പോയാൽ കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. അത് ഇവിടെ വന്നപ്പോൾ എനിക്ക് അതൊന്നുമല്ല ദൈവത്തിൻ്റെ പണി. അതിലൊന്നും തൃപ്തിപ്പെടരുത് കേട്ടോ. ഒരു സ്തോത്രം പറയാമോ? തൽക്കാലത്തെ പൊത്തിപ്പേറിൻ്റെ വീടും തെന്നിനായുള്ള ആ വണ്ടിയും ഇതൊന്നുമല്ല വിഷയം. തെന്നിനായ വണ്ടിയും അതുകൊണ്ടാണ് ഗുലുഗുലു എന്താണ്ടൊക്കെ ഉണ്ട്. അതൊന്നുമല്ല എൻ്റെ വിഷയം. ദർശനമാ വിഷയം. അതിവിടെ സാധാരണ താൽക്കാലികമായ അനുഗ്രഹത്തിൽ നിൽക്കുന്നതല്ല. ഇന്നത്തെ എല്ലാ ഗോസ്പലും അത്രയുമാ. ഇങ്ങോട്ട് പോലെ ടേക്ക് ഇറ്റ്, ഗ്രാബ് ഇറ്റ്, ക്ലെയിം ഇറ്റ്, ഗോ. നോ. ഈ ദർശനം എവിടെ കൊണ്ടെത്തിക്കുമെന്നറിയാമോ? നിത്യത. യോസേപ്പിന് കൊട്ടാരമായിരുന്നെങ്കിൽ
ആത്മീയന് പുതിയ നിയമസഭയ്ക്ക് നിത്യജീവനാ. Praise the Lord. Hallelujah. എന്തിനാ പൊത്തിഫേറിനെ ഒരുക്കിയത്? അടുത്ത ജയിലിന് വേണ്ടിയാ ഒരുക്കിയത്. ഞാൻ പെട്ടെന്ന് കാര്യം പറയാം. സ്വപ്നം അല്ലെങ്കിൽ വചനം യാത്ര പുറപ്പെടുവാനും ദൈവം സ്വപ്നം കൊടുത്തു. അത് കൊടുത്തത് യോസേഫിനാ. ജയിലിൽ നിന്ന് അവനെ ഉദ്ധരിക്കുവാൻ സമയപ്പോൾ രാജാവിന് ദർശനം കൊടുത്തു. വിഷൻ. എന്തിനാ രാജാവിന് കൊടുത്തത്? ആപ്പയുപ്പയ്ക്ക് എന്ന് കൊടുത്താലും വിടുതല ലഭിക്കുന്നില്ലെന്ന് അറിയാം ദൈവത്തിന്. കൊടുക്കേണ്ടവൻ്റെ കൊടുക്കും. കാരണം പോകേണ്ടവൻ പറഞ്ഞവൻ പർപ്പസുകാരനാ ജയിലിൽ കിടക്കുന്നത്. ദൈവത്തിലേ, നിന്നോട് പറഞ്ഞ ദൈവത്തിൻ്റെ വചനം സമയാസമയങ്ങൾ ഫുൾഫിൽ ചെയ്ത് നിത്യതയിലെത്തുന്ന പറയും നിന്നോട് കൂടെ ഇരിക്കും ദൈവം. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കാം. പക്ഷെ പാട്ടെടുത്തോണം. ഇങ്ങി പോരും മക്കളെ. ഞാൻ ഒരു കാര്യം പറയട്ടെ. പുതിയ നിയമത്തിൽ ഒരു കാര്യം ഒന്ന് പറഞ്ഞു വിടാം. ലൂക്കോസ് 2 പേര് ചാർത്തുവാൻ, നെയിം രജിസ്റ്റർ ചെയ്യുവാൻ ഒരു ഓർഡർ വന്നു. ഒന്ന് വായിക്കാം. പക്ഷേ ലൂക്കോസ് 2. പേര് രജിസ്റ്റർ ചെയ്യണം. അത് കൈസറുടെ ആജ്ഞയാ. അതാർക്കും ഇഗ്നോർ ചെയ്യാൻ പറ്റത്തില്ല. രാജാവ് പറഞ്ഞത് ഏത് സിറ്റുവേഷൻ ആയാലും പോയിരിക്കണം. പാർക്കുന്നത് എവിടെയാ? നസ്രയത്തിൽ. ആ നസ്രയത്തിൽ പേര് രജിസ്റ്റർ ചെയ്ത് പോരാ. അവരവരുടെ പട്ടണമായ താന്താന്റെ പട്ടണത്തിലേക്ക് എല്ലാവരും പോകണം. ശ്രദ്ധിച്ച് അങ്ങനെ പെട്ടെന്ന് നിർത്താം. 2 മിനിറ്റോടെ വേണം. ശ്രദ്ധിച്ച് രജിസ്റ്റർ ചെയ്യണം. താന്താന്റെ പട്ടണത്തിൽ തന്നെ ചെയ്യണം. എനിക്ക് പോരാ. ഈ പിയാനക്കാരല്ല ഈ പോരാ. വന്നില്ലെങ്കിൽ ഞാൻ നിർത്തത്തില്ല. അതാ എൻ്റെ കുഴപ്പം. എല്ലാം കൊണ്ടും കുഴപ്പമാണ്. ശ്രദ്ധിക്കണേ. ഈ സഹോദരി എന്തുവാ? ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനമെന്ന് പറഞ്ഞ് അവിടെ ഉള്ളിലൊരു വചനം കിട്ടി. ഈ വചനവായവൻ ഇപ്പൊ ഉള്ളിലുണ്ട്. അത് പൂർണ്ണതയിലെത്തി. പൂർണ്ണ ഗർഭിണിയായി. ഈ സിറ്റുവേഷനിലാണ് പറയുന്നത് 80 മൈൽ ദൂരെ ബേത്ത്ലഹേമിൽ പോയി രജിസ്റ്റർ ചെയ്യാൻ. നിങ്ങൾ മനസ്സിലാവുന്നുണ്ട്? ദൈവത്തിന് ഒന്ന് ചിന്തിച്ചുകൂടായോ? എൻ്റെ പുത്രനാണ് ഇതിനകത്ത് കിടക്കുന്നത്. പിതാവിനെ ഇവള് വില്ലിംഗ്ലി അക്സെപ്റ്റ് ചെയ്ത മറിയ. സാഹചര്യം ഒന്നും അനുകൂലമല്ലാഞ്ഞിട്ടും യെസ്, ഇതാ ഞാൻ നിന്റെ ദാസി, നീ പറഞ്ഞ പോലെ സംഭവിക്കരുതെന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്ത ഇവളെ ദൈവം കൺസിഡർ ചെയ്യണ്ടായോ? ഡോക്ടറിന്റെ അഡ്വൈസ് ഇന്നെടുത്താൽ നോ, ഡ്രൈവ് ചെയ്യരുത്, അധികം പ്രശ്നം ഉണ്ടാക്കരുതെന്നൊക്കെ പറയും. വായിപ്പിക്കുന്നത് ഞാൻ എഴുതിയിട്ടുണ്ട്, താഴെ എഴുതിയിട്ടുണ്ട്. അതിനുള്ള സമയം തികഞ്ഞെന്ന് എഴുതിയിരിക്കുന്നത്. യാത്ര കാരണം രാജാവ് പറഞ്ഞത് നിരസിക്കാൻ പറ്റത്തുള്ള യാത്ര പോയ വഴിക്ക് ബേത്ത്ലഹേമിൽ എത്താറായപ്പോൾ എന്ത് സംഭവിച്ചു? കാരണം യഹൂദാ ഗോത്രത്തുകാരനാ യോസഫ്, അവന്റെ പട്ടണം ദാവീദിന്റെ പട്ടണമായ ബേത്ത്ലഹേമാണ്. അവിടെ ചെന്നേ, അവിടെ ഇരിക്കുമ്പോൾ
മതി. എന്തിനാ അവിടെ അതാ എൻ്റെ വിഷയം അതേ ഉള്ളൂ. മീഖ 5:2. ബേത്ലഹേമിൽ അവൻ ജനിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പ്രവചനമാണ്. നീയോ ബേത്ലഹേം എഫ്രാത്തേ, നിന്നിൽ നിന്ന് ഇസ്രയേലിന്റെ അധിപതി നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരുമെന്ന പ്രവാചകൻ മീഖ. അതെ, ഓ ഹല്ലേലൂയ. പണ്ടേ ഉള്ളവൻ, പുരാതനമായവൻ. ഒരു തോന്നലൊക്കെ പറഞ്ഞേ, നമ്മുടെ ദൈവത്തിന്റെ കാര്യമാണ് പറയുന്നത്. 2000 പരം വർഷങ്ങൾക്ക് മുമ്പ് നസ്രയത്തിലോ ബേത്ലഹേമിലോ ജനിച്ചവനല്ല ഇവൻ. മീഖ വിളിച്ചു പറയുക, അവൻ ജനിക്കേണ്ടത് ബേത്ലഹേമിലാ, പക്ഷേ അവിടുന്നല്ല അവന്റെ ആരംഭം. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളവൻ, പുരാതനമായി. ഓ ഹല്ലേലൂയ. അവൻ ജനിക്കുന്ന ഒരു വചനമുണ്ട്, പ്രവചനം. ബേത്ലഹേമിൽ ജനിക്കണം. അറ്റ് പ്രസന്റ് they were in Nazareth. അവിടെ ജനിക്കാൻ പാടില്ല. അവിടെ ജനിച്ചാൽ ഈ മീഖ 5:2 പൂർത്തീകരിക്കത്തില്ല. അതുകൊണ്ട് സമയമായപ്പോൾ, അതും ഒരു പ്രോസസ്സിംഗാ. ദൈവമേ, നിങ്ങൾ തന്നെയല്ല കേട്ടോ, നിങ്ങൾ തന്നെയല്ല. യേശു കർത്താവ് ഈ ഭൂമിയിൽ ജീവനെ തരാനാ പ്രായപൂർത്തിയായപ്പോൾ നേരെ ക്രൂശിലും കയറിയാൽ മതിയായിരുന്നു. അല്ല, ആ 3.5 വർഷം അവൻ പോയ പോക്ക് ആർക്ക് സഹിച്ചുകൂടാ സാഹചര്യമാ. ഞാൻ വാക്കുകൾ ചുരുക്കട്ടെ. ഇനിയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാൻ ഉള്ളവൻ വരും. ഒരു പോയിന്റ് മാത്രം പറയട്ടെ. മരിച്ചിട്ട് ഇനിയും ഈ വിഷയത്തിൽ വിടുതൽ ഉണ്ടാകുകയില്ല എന്ന് വിചാരിച്ച വിഷയം, അഥവാ ഇനിയും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, എൻ്റെ വിധി ഇതാണ് എന്ന് ചിന്തിച്ച് മറവ് ചെയ്യാൻ കൊണ്ടുപോയ വിധവയുടെ മകൻ, ജീവന്റെ ഉറവിടമായവൻ എതിരെ വന്നിട്ട് മഞ്ചത്തെ തൊട്ടു. എൻ്റെ ഭാഷയിൽ വചനം സ്പർശിച്ചു. ആണോ അല്ലയോ? സാക്ഷാൽ ഇത് നസ്രയത്തിലെ തച്ചൻ്റെ മകൻ യേശു അല്ലാതെ സാക്ഷാൽ വചനമായവൻ. അവൻ തൊട്ടാൽ അനക്കമില്ലാത്ത വിഷയത്തിന് അനക്കമുണ്ടാവും. ഇന്ന് പകൽ ദൈവാത്മാവിൽ പറയുന്ന ദൂതായത്. നീ പ്രാർത്ഥിച്ചിട്ട് ഇതുവരെയും എന്തുകൊണ്ട് മറുപടി ലഭിച്ചില്ല, സംശയമുണ്ടോ? ആ സംശയം മാറ്റാൻ അവൻ പറഞ്ഞാൽ സാധ്യമാ. 2, മരിച്ചിട്ട് 4 ദിവസമായി കല്ലറയ്ക്കകത്ത. ആ സമയത്ത് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. നീ അവനെ എവിടാ കൊണ്ടുവച്ച്? ഒരു കല്ലറയ്ക്കകത്താണേ, ശീല കൊണ്ട് ചുറ്റിയാന്നേ. ഞാൻ എൻ്റെ വിശ്വാസം പറയട്ടെ, സാക്ഷാൽ വചനമായവൻ. അവൻ അകത്ത് പോയി ലാസറെ എഴുന്നേക്കാന്ന് കൈക്ക് പിടിച്ച് എഴുതിപ്പിച്ചൊന്നുമില്ല. അവൻ കല്ലറയോടടുക്കുമ്പോൾ അകത്ത് അനക്കം തുടങ്ങി. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്. വചനമായവൻ അടുത്ത് ചെന്നപ്പോൾ അകത്തുള്ളവൻ്റെ ശീലകൾ തന്നെ അഴിഞ്ഞു. ഈ പകൽ വിശ്വസിക്കുന്നു, മനുഷ്യൻ്റെ കണക്ക് കൂട്ടലിൻ്റെ അപ്പുറത്ത് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വചനം. ഡോണ്ട് ഗിവ് അപ്പ്, ഡോണ്ട് ഗിവ് അപ്പ്. ഒരു സമയം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് ഞാൻ പേര് പറയട്ടെ, അപ്പോയിന്റഡ് ടൈം. ദൈവം നിന്റെ ജീവിതത്തിൽ ഒരു അപ്പോയിന്റഡ് ടൈം നിയമിച്ചു വെച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ മരിക്കുന്നതിന് മുമ്പ് വരണമെന്നില്ല. 4 ദിവസം കഴിഞ്ഞ് വന്നാലും വചനം വന്നു. വചനമായവൻ അടുക്കുമ്പോൾ വിഷയത്തിൽ അനക്കമുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിലൊന്നിൽ സാക്ഷാൽ വചനമായവൻ
ആകാശമേഘങ്ങളിൽ വരും. അവൻ അവിടെ വരുമ്പോൾ എൻ്റെ ജനമേ എന്ന് വിളിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മാത്യുമനെ എന്നേ വിളിക്കത്തുള്ളൂ. നിങ്ങളുടെ പേര് കൊടുത്തോന്നേ. നമ്മുടെ പേര് ചൊല്ലി വിളിക്കുമെന്നല്ലേ വചനം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പേര് ചൊല്ലി വിളിക്കും. വചനം അടുത്തേക്ക് വരുമ്പോൾ സഭ ഇവിടെ നിന്ന് ഇളകും. ഒന്ന് എഴുതിയിരിക്കാമോ? ഒരു 5 മിനിറ്റ് മുമ്പോട്ട് പോയി ഒരു 2 മിനിറ്റ് കൂടെ ജസ്റ്റിനെ ഓൺലി ഫോർ 2 മിനിറ്റ്സ്. ഇന്ന് കർത്താവദാസൻ ജസ്റ്റിനായി ഇന്ന് വചനം ശുശ്രൂഷിക്കുന്നത്. അതിന് നമുക്കൊന്ന് മലയാളം, അതിനുശേഷം ഇംഗ്ലീഷൊക്കെ പാടും. കമോൺ കമോൺ. ഒരു നല്ല പാട്ട് ചേർന്ന് പാടണം, കൈയടിച്ച്. രാജാധിരാജ